ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഈ കേക്ക് ഉണ്ടാക്കി എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനായിട്ട് ഒരു കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അതൊരു അരിപ്പയിലോട്ടൊഴിച്ച് ഇട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. 1-2 വട്ടം അരിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും. അത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ പൊടിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കരുത്, റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ട മാത്രമേ എടുക്കാവൂ. ഈ 4 മുട്ടയെ പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് ഒരു ബീറ്റർ വെച്ച് ആദ്യമേ ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഒരു മീഡിയം സ്പീഡിലിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. കളർ മാറി ഒരു വൈറ്റിഷ് കളർ വരുന്ന കണ്ടില്ലേ? ആ സമയത്ത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണ ചേർക്കരുത്. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ ഇതിൽ വ്യത്യാസം വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ നേരത്തെ മാറ്റി വെച്ച മൈദയുടെ കൂട്ട് ഇതിലോട്ട് അല്പച്ചയായിട്ട് ഒന്നിച്ചിടരുത്, കുറേച്ചയായിട്ടിട്ട് ഒരു സൈഡിലോട്ട് മാത്രം ഫോൾഡ് ചെയ്ത് എടുക്കുക. ഒരു സൈഡിലോട്ട് മാത്രമേ ഫോൾഡ് ചെയ്യാവൂ. ഇത് നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കതൊരു ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റിയെടുക്കണം. അതിന് മുമ്പ് തന്നെ ഒരു 2 സ്പൂൺ പാലൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇത് ഒരു ചെറിയൊരു സ്പഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് അല്പം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് തന്നെ ഒരു 10 മിനിറ്റ് ഓവൻ സെറ്റപ്പ്, അതായത് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് വയ്ക്കുന്നത്, ഓവനിൽ വെക്കുന്നില്ല. ഒരു ബൗളെടുത്ത് അതിലൊരു സ്റ്റാൻഡ് വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കണം. ഞാൻ ഇതിലേക്ക് ഒരു അല്പം പൈനാപ്പിൾ എസൻസ് ചേർക്കേണ്ട, ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് വരും. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അത് ബട്ടർ പേപ്പർ വെച്ച് എണ്ണ തടവിയിട്ട് വേണം ബട്ടർ പേപ്പർ വയ്ക്കാൻ. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് അതൊരു സ്റ്റിക്ക് വെച്ച് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്യുമ്പോൾ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. എന്നിട്ട് ഈ പാത്രത്തിലോട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് വെച്ച് ഒരു അലൂമിനിയം അടപ്പ് കൊണ്ട് ഗ്ലാസിൻ്റെ ലിഡ് കൊണ്ട് അടയ്ക്കരുത്. അലൂമിനിയം പാത്രം വെച്ച് അടച്ച് ഒരു 20-25 മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വയ്ക്കണം. ബേക്ക് ചെയ്യാൻ വയ്ക്കുക. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ
കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ സ്പൂണോളം പാലൊഴിച്ച് അത് നന്നായിട്ട് കുതിരണം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ബാറ്റിലോട്ട് അരിച്ചൊഴിച്ച് കൊടുക്കുക. കട്ടയില്ലാതെ വേണം ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് ഒരു പിഞ്ച് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നേരത്തെ പോലെ വേറൊരു ടിന്നിലോട്ട് കേക്ക് ടിന്ന് സെയിം അളവിലെ കേക്ക് ടിന്നിൻ്റെ ഉണ്ടായിരുന്നു, അതിലോട്ട് ഒഴിച്ച് അതും ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് മറ്റതുപോലെ തന്നെ എയർ ബബിൾസൊക്കെ മാറ്റി ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നേരത്തെ ആദ്യം വെച്ച സ്പഞ്ച് ബേക്കായി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം. അതായത് ഒട്ടും പറ്റുന്നില്ല. ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതേപോലെ മറ്റേ ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. അത് ഫോർക്ക് വെച്ച് കുത്തിയിട്ട് പറ്റുന്നില്ല. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല സ്പഞ്ചായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ചോക്ലേറ്റ് സ്പഞ്ചും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ആദ്യത്തെ സ്പഞ്ച് നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് ഇത് ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡുമാണ്. അത് നനവുള്ളതുകൊണ്ടാണ് തുടയ്ക്കുന്നത്. ഞാനെടുത്ത ഫിയോണേര വിപ്പിംഗ് ക്രീം, 1 കപ്പ് ഫിയോണേര വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം വാനില എസൻസും കൂടി ചേർത്ത്, ഇതിൽ ഷുഗർ ചേർക്കണ്ട, ഇതിൽ നല്ല മധുരം ഉള്ളതുകൊണ്ട് ആദ്യമേ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. ഇത് കട്ട് ചെയ്യാണ്ട് ഇതിൽ ബ്ലേഡ് ഒന്ന് ടൈറ്റായി വരുന്നുണ്ട്. ആ സമയത്ത് മനസ്സിലാവും ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. വേണ്ട, ഒട്ടും എടുക്കുമ്പോൾ ഒട്ടും താഴെ വീഴില്ല. അപ്പോഴാണ് ഇതാണ് കറക്റ്റ്. കൂടുതൽ ബീറ്റ് ആവാനും പാടില്ല. ഇതാണ് കറക്റ്റ്. പിന്നെ ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിൽ അല്പം വിപ്പിംഗ് ക്രീം ഇട്ട് വെച്ചിട്ട് ആദ്യത്തെ സ്പഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒരു കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് സ്റ്റൗവിൽ വെച്ച് സിറപ്പാക്കി എടുത്തതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ക്രഷ് ചേർത്തിരിക്കുന്നത് ഓറഞ്ച് ക്രഷാണ്. അതല്പം ചേർത്ത് അതിൻ്റെ മുകളിൽ ചെറി ചോപ്പ് ചെയ്തതും ഇവിടെ ഇട്ട്, പിന്നെ വേണ്ടത് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടല്ലോ, അത് അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് രണ്ടാമത്തെ ലെയറായിട്ട് വെച്ച് കൊടുക്കുക. അതും നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സ് കൂടെ ആഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അത് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം.
ക്രം കോട്ട് ചെയ്തത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം എടുത്ത് നല്ല അവസാന ഫൈനൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഫൈനൽ ഫിനിഷിങ് ആണ്ടത് നന്നായിട്ട്. കൂടുതൽ ഷേപ്പൊന്നും വരണമെന്ന് നല്ല ഇതാണ് വേണമെന്നില്ല. ഇത് മുകളിൽ ചോക്ലേറ്റ് ഒഴിക്കാനുള്ളതാണ്. ഒരുവിധം നന്നായിട്ട് ഫിനിഷായി വന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് സൈഡൊന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് എന്നിട്ട് അരമണിക്കൂർ ഫ്രീസറിലുമായിട്ട് മാറ്റി വയ്ക്കണം. നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അരമണിക്കൂർ ഫ്രീസറിലാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് വൈറ്റ് കോമ്പൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഡാർക്ക് കോമ്പൗണ്ടിലും വൈറ്റ് കോമ്പൗണ്ടിലും വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് അത് ഓവൻ സെറ്റപ്പിലാണ് ഞാനിത് മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഡബിൾ ബോയിൽ ചെയ്ത് സ്റ്റൗവിലും വെച്ച് നമുക്കിത് മെൽറ്റ് ചെയ്യാം. ഇത് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഓവനിലാണെങ്കിൽ ഇപ്പോൾ കട്ട കുറച്ചുകൂടെ അലിയാണ്ട് പിന്നെ ഒരു 30 സെക്കൻഡ് ഒന്നുകൂടെ നമുക്ക് ഇളക്കിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബോയിൽ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്യാൻ സ്റ്റൗ ടോപ്പിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം. ഇതിലേക്ക് അല്പം യെല്ലോ കളറൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ആദ്യം ഇവിടുന്ന് വിട്ടുപോയി. എന്നിട്ട് പിന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത കേക്കിലോട്ട് ആദ്യമേ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. ചെറു ചൂടോടെയാണ് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂട് വേണ്ട, ചെറിയ ചൂടിലേ ഒഴിച്ചു കൊടുക്കാവൂ. പിന്നെ വേണ്ടത് അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റിൽ കളർ ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാർബിൾ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അത് അധികം താഴെ ഭാഗത്ത് പോയത് അത് നമുക്ക് നീറ്റായി ക്ലീൻ ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് അല്പം വിപ്പിംഗ് ക്രീമിൽ യെല്ലോ കളറൂടെ ആഡ് ചെയ്ത് റോസ് പെറ്റൽസ് നോസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ നോസിൽ ഇട്ട് നമുക്കിത് അതിൻ്റെ മുകളിലൊരു ചെറിയ ഫ്ലവർ വരയ്ക്കാനാണ്. റോസ് ഫ്ലവർ വെച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. താഴെയും ചെറിയൊരു നോസിലെടുത്ത് അത് താഴെയും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് ചെറിയ മുത്തുകൾ ഇതുകൊണ്ടായിരുന്നു കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന. അതും ചെറിയ കുറച്ച് സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെച്ച് ഒന്നുകൂടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കേക്ക് മുറിച്ച് ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളായിരുന്നു. ആരും മക്കളൊന്നും സ്ഥലത്തില്ല, അവരൊക്കെ വിദേശത്താണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താങ്ക് യു ഫോർ വാച്ചിങ്.